ഇത് തലശ്ശേരി മുനിസിപ്പൽ ഓഫീസ്, പുതിയ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആയത്. ഇതിന്റെ നേരെ സൈഡിലാണ് പഴയ ബിൽഡിങ്. നല്ല രസത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റി ഓഫീസ്. മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് തലശ്ശേരി സ്റ്റേഡിയം. പഴയ സ്റ്റേഡിയം റെനോവേറ്റ് ചെയ്ത് പുതിയ സ്റ്റേഡിയം ഉണ്ടാക്കി. അതിന്റെ എൻട്രൻസ് ആണ് ഇത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മെമ്മോറിയൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം. അപ്പൊ ഇതായത് ഈ റൈറ്റിൽ കാണുന്നത് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ബിൽഡിംഗ് ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് തലശ്ശേരി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് തലശ്ശേരി. ഇവിടെ തന്നെയാണ് ഒരുവിധം എല്ലാ ഓഫീസും. അതുപോലെ കുറച്ച് മുമ്പോട്ട് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, കോസ്മോപൊളിറ്റൻ ക്ലബ് ഉണ്ട് ഇവിടെ തന്നെ. തലശ്ശേരി സ്റ്റേഡിയം ബിൽഡിംഗ് ആണ് റൈറ്റില്. ഈ ബിൽഡിങ്ങിന്റെ നേരെ ഉള്ളിലാണ് സ്റ്റേഡിയം ഉള്ളത്. അപ്പൊ ഈ സ്റ്റേഡിയത്തിന്റെ ചുറ്റും ബിൽഡിംഗ് എടുത്തിരിക്കുക. ഇപ്പൊ ഈ കാണുന്ന തലശ്ശേരി സ്റ്റേഡിയം ബിൽഡിംഗ്. സ്റ്റേഡിയം ബിൽഡിങ്ങിന് മുമ്പോട്ട് പോകുമ്പോൾ ഇതാ ഈ ലെഫ്റ്റില് ഓടിട്ട ബിൽഡിങ്. ഇത് ദ കോസ്മോപൊളിറ്റൻ ക്ലബ്, തലശ്ശേരി കോസ്മോപൊളിറ്റൻ ക്ലബ്ബ്. പിന്നെ ഇതാ ഈ മുമ്പ് കാണുന്നത് തലശ്ശേരി സബ് കളക്ടർ ഓഫീസ്. ഈ നേരെ കാണുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഇത് ആ ഉള്ളിൽ കാണുന്ന തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഇത് കാണുന്നത് തലശ്ശേരി സബ് കളക്ടേഴ്സ് ഓഫീസ്. ഇവിടെ തന്നെയാണ് രജിസ്റ്റർ ഓഫീസ്. ഈ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ് രജിസ്റ്റർ ഓഫീസ്. ഇവിടെ സ്കൂളും ഉണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സെക്കൻഡ് സാറ്റർഡേ ലീവാ. ഇന്ന് ഓഫീസുകളെല്ലാം ലീവാ. ഇതെല്ലാം പഴയ റോഡാ തലശ്ശേരി ടൗണിലേക്ക് പോകുന്നത്. ഇത് തലശ്ശേരി രജിസ്റ്റർ ഓഫീസ് എല്ലാം പൂട്ടിയിട്ടാ ഇന്ന്. ഈ കാണുന്ന ലെഫ്റ്റിൽ കാണുന്നതാണ് തലശ്ശേരി സ്കൂള്, കോൺവെന്റ് സ്കൂള്, ഗേൾസ് കോൺവെന്റ് ഹൈസ്കൂള്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫയർ സ്റ്റേഷൻ ഉണ്ട്, സിവിൽ ഡിഫൻസ് ഫയർ സ്റ്റേഷൻ. പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ സെയിന്റ് ജോസഫ് സ്കൂള്. അങ്ങനെ തലശ്ശേരി നമ്മൾ പഴയ സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. പഴയ സ്റ്റാൻഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സെയിന്റ് ജോസഫ് സ്കൂള് ഇവിടെ അടുത്ത് തന്നെ, ഇതിന്റെ അടുത്ത് തന്നെയാണ് തലശ്ശേരി കോട്ട, തലശ്ശേരി ഫോർട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് കോൺവെന്റ് എന്ന് പറയും. ദി അപ്പോസ്റ്റോളിക് കാർമൽസ് സേക്രഡ് ഹാർട്ട് കോൺവെന്റ്. അതിനാണ് ഷോർട്ടായിട്ട് കോൺവെന്റ് എന്ന് പറയുന്നത്. സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. വേണ്ട, അതാ വീഡിയോ എടുക്കുമ്പോൾ. ഇവിടെ റോഡ് ഇടുങ്ങിയതായുണ്ട്. ഇവിടെ ഇതാ ഈ മുകളിൽ പോകുന്നത് ഈ റൈറ്റില് താലൂക്ക് ലൈബ്രറി ഉണ്ട്. അതാ ഈ മുകളിൽ പോകുന്നത് ഇവിടെ തലശ്ശേരി കോട്ട അല്ലെ തലശ്ശേരി ഫോർട്ട്. ഈ മുകളിലേക്ക് പോകുന്ന ടിപ്പു സുൽത്താന്റെ ഫോർട്ടാണെന്നാ പറയുന്നത്. ഈ കാണുന്ന മുകളില് ഇപ്പൊ 5 മണി കഴിഞ്ഞ് 5 മണി വരെ ഇല്ലെന്നാ തോന്നുന്നു. ഫോർട്ട് പൂട്ടി, ടൈമിങ് കഴിഞ്ഞ്. ഉള്ളില് വേറെ ഒന്നുമില്ല. ഇതാണ് തലശ്ശേരി ഫോർട്ട്.
കോട്ടയൻ്റെ മതിലാണ് ഇത്. തലശ്ശേരി കോട്ടയൻ്റെ മതില്. നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ വന്ന വഴിക്ക് തന്നെ ലെഫ്റ്റിൽ ഒരു ചെറിയൊരു പീടിയുണ്ട്, ഒരു കടയുണ്ട്. ഞങ്ങൾക്ക് കരിക്ക് ജ്യൂസ്, ഷേക്ക്, കരിക്ക് ഷേക്ക് ഇതെല്ലാം കൊടുക്കുന്ന ഒരു കടയുണ്ട് ഈ ലെഫ്റ്റിൽ. മിൽമ ബൂത്താണ്. മിൽമ ബൂത്തിൻ്റെ മിൽമേൻ്റെ ബോർഡാണ്. എന്നാലും കരിക്ക് ജ്യൂസ് ഷേക്ക് എല്ലാം കിട്ടുന്ന കടയാണ്. കോൺവെന്റ് സേക്രഡ് ഹാർട്ട് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഫോർട്ടിൻ്റെ റോഡ് പോകുന്നത് നേരെ സെൻറ് ജോസഫ്സ് സ്കൂളിലേക്കാണ്, ബോയ്സ് സ്കൂളിൽ. അവിടെ സെൻറ് ജോസഫ് ചേർച്ചും ഉണ്ട്, ക്രിസ്ത്യൻ ചേർച്ച്. പിന്നെ അതിൻ്റെ ബാക്കിലെല്ലാം കടലാണ്. അപ്പോൾ ഫോർട്ടിൽ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടലാണ് കാണുക. ഇതിപ്പോൾ നമ്മൾ തലശ്ശേരി പഴയ സ്റ്റാൻഡിലെത്തി. മെയിൻ സെന്റർ പഴയ സ്റ്റാൻഡ്. ഇത് തലശ്ശേരി ഫയർ സ്റ്റേഷൻ തലശ്ശേരി. തലശ്ശേരി ഫയർ സ്റ്റേഷന്റെ മതില് കഴിഞ്ഞ ഉടനെ തലശ്ശേരി ജനറൽ ആസ്പത്രിന്റെ മതില് തുടങ്ങുന്ന. തലശ്ശേരി ജനറൽ ആസ്പത്രിന്റെ തൊട്ടടുത്തായിട്ട് കുറേ മെഡിക്കൽ ഷോപ്പാ. അപ്പോൾ ഈ കാണുന്ന നീല മതിലോട്ടിട്ട് ഇത് തലശ്ശേരി ജനറൽ ആസ്പത്രി. ഇവിടെ കാരുണ്യ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് കേട്ടോ, കാരുണ്യ മെഡിക്കൽസ്. സർക്കാരിന്റെ കാരുണ്യ മെഡിക്കൽസ്, പൈസ കുറവാ. അപ്പോൾ ഇതാണ് നമ്മളെ തലശ്ശേരി പഴയ സ്റ്റാൻഡ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതിന്റെ നേരെ, ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നേരെ അടുത്തായിട്ട് തലശ്ശേരി പഴയ സ്റ്റാൻഡ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞ ഉടനെ മീൻ മാർക്കറ്റാണ്. അവിടെ കടപ്പുറമാണ് തലശ്ശേരി മീൻ മാർക്കറ്റും കടപ്പുറവും. അതോടെ തലശ്ശേരിന്റെ എൻഡാണ് ഇവിടെ, ഒരു ഭാഗത്ത് എൻഡാ. പിന്നെ അങ്ങോട്ട് നേരെ പോകുന്ന റോഡ് കാണുന്നത് നേരെ മാഹിയിലോട്ടാ പോകുന്നത്, NH നാഷണൽ ഹൈവേ. ഇത് തലശ്ശേരി മീൻ മാർക്കറ്റിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ ഒരു ജൻ ഔഷധി, മോഡിന്റെ ചിത്രമായിട്ടുള്ള ജൻ ഔഷധി ഫാർമസി ഉണ്ട് ഹാർബർ സിറ്റിന്റെ സൈഡില്. ഈ സൈഡിൽ ഈ ബിൽഡിംഗ് കാണുന്ന ഹാർബർ സിറ്റി. അപ്പൊ ഇത് മീൻ മാർക്കറ്റിലേക്ക് പോകുന്ന റോഡാണ്. ഇതിന്റെ ലാസ്റ്റാണ് തലശ്ശേരിന്റെ കോസ്റ്റ്, അല്ലെ കടലാണ് അവിടെ കാണുന്നത് നേരെ മുമ്പില്. പിന്നെ അങ്ങോട്ടില്ല. ഇത് ലാസ്റ്റാണ്. ഈ റൈറ്റിൽ കാണുന്നതാണ് തലശ്ശേരി മീൻ മാർക്കറ്റ്. അതിന്റെ തലശ്ശേരി മീൻ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തലശ്ശേരി ഇറച്ചി മാർക്കറ്റ്. ബീഫ്, മട്ടൺ, ചിക്കൻ. തലശ്ശേരി മീൻ മാർക്കറ്റ്. ഏതാ ആർക്കാ? നീ ചോദിക്ക, വില ചോദിക്ക. നല്ല നമ്മളെ നാട്ടിലില്ലേ തലശ്ശേരി മീൻ മാർക്കറ്റ്. നേരെ കാണുന്നത് ബീച്ചല്ല, കടപ്പുറാണ് ബീച്ച്. പിന്നെ ധർമ്മടം മുഴപ്പിലങ്ങാട് പോകണം. കരിമ്പിന്റെ ഒരു മെഷീൻ, വല്ലാണ്ട് വൃത്തിയായിട്ട് കണ്ടോ? കരിമ്പിന്റെ മെഷീൻ വല്ലാണ്ട് വൃത്തിയായിട്ട്. മീൻ മാർക്കറ്റാണിത്. ഇവിടെ എൻഡാണ്, എൻഡ്. ഇനി അങ്ങോട്ട് വേറെ ഇല്ല. ഈ കടപ്പുറം അത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നിങ്ങളെ കാണിക്കാൻ വന്നതാണ്. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, വല്ലാത്ത മീൻനാറ്റം മൂക്കുന്ന അണ്ണാക്കിലേക്കാ കയറുന്നത്, അത്രക്കും നാറ്റം. ഇതാണ് തലശ്ശേരി
അതിന്റെ എൻഡാണിത് കടപ്പുറ. പിന്നെ മീൻ മാർക്കറ്റ് എല്ലാം ഗോഡൌണാ, മീനിന്റെ സ്റ്റോറേജ് ഗോഡൌൺ, വണ്ടികള് ഗോഡൌണ്. ഇത് ആ കാണുന്ന ബിൽഡിങ് അത് മീൻ മാർക്കറ്റാണ്. ഈ കാണുന്ന റൈറ്റില് തലശ്ശേരി ഇറച്ചി മാർക്കറ്റ്. ഈ കാണുന്ന ഈ മരത്തിനോട് ബാക്കിലായിട്ട് ഇറച്ചി മാർക്കറ്റ്. ആ കാണുന്ന ആ കാണുന്ന തലശ്ശേരി കടൽപ്പാലം, പണ്ടത്തെ കടൽപ്പാലം. എനിക്കൊന്ന് പണ്ട് ബോട്ടെല്ലാം അവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക, ഹാർബർ പോലെ. ഇപ്പൊ അത് ഫംഗ്ഷൻ അല്ല, ഡിസ്ഫങ്ഷൻ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. വെറും അതിന്റെ താഴത്തെ ആ തൂണ് മാത്രമേ ഇല്ലു, ബാക്കിയെല്ലാം പോയിന്. ഇത് ഇവിടെ ഒരാള് മീനിനെ ഇതിട്ടിട്ടുണ്ട്, ചൂണ്ടയിട്ടിട്ടുണ്ട്. അങ്ങ് ചെറിയ ചെറിയ ബോട്ടുകൾ കാണാം ദൂരെ. ഈ കടലിന്റെ ഈ കോസ്റ്റ് തന്നെയാണ് ധർമ്മടത്തേക്ക് ബീച്ചായിട്ട് പോകുന്ന. മുഴപ്പിലങ്ങാട് നമുക്ക് ബീച്ചുണ്ട്, അതുപോലെ അങ്ങോട്ടേക്ക് കണ്ണൂര്. ഇവിടെയെല്ലാം ഇങ്ങനെ വേസ്റ്റ് കുറേ വരുന്നുണ്ട്, ഈ കച്ചറ. മഴയെല്ലാം പെയ്താൽ വല്ലാണ്ട് വൃത്തിയാടാ ഈ ഏരിയ എല്ലാം. നടക്കാൻ പറ്റൂല. ഇപ്പൊ തന്നെ അണ്ണാക്കിലേക്ക് കേറുക മീനിന്റെ മണം. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോവാം. ഇവിടെ മീൻ സംബന്ധിച്ച് ബോട്ടിംഗ്, സ്റ്റോറേജ് ഇതെല്ലാം ഇവിടെ. തലശ്ശേരി കടൽപ്പാലാണ്, കടൽപ്പാലം. തലശ്ശേരി കടൽപ്പാലം. സൺസെറ്റ് ഏകദേശം കണ്ട, സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഏകദേശം അവിടെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഇവിടെ നിൽക്കുമ്പം ഈ തലശ്ശേരി മീൻ മാർക്കറ്റിന്റെ മുമ്പിലുള്ള സ്ഥലം ഇത്. ഇവിടെ നിൽക്കുമ്പം ഭയങ്കര നാറ്റം, മീൻ നാറ്റവും കച്ചറേന്റെ മണവും ഒന്നും ഇവിടെ അധിക നേരം നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ചും കൂടെ നല്ല വൃത്തിയാക്കിയിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ഇത് എല്ലാം വൃത്തിയാടി, ഈ സൈഡ് മുഴുവൻ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട്. ഇതിപ്പോ ആ റോഡ് സൈഡിൽ കൂടെ ഇങ്ങോട്ട് വന്നാല് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഫുഡ് സ്റ്റോൾ ഉണ്ട്. മോമോമി, ഇതിപ്പോ ഈ കാണുന്ന മോമോമി എന്ന് പറഞ്ഞ ചെറിയൊരു ഫുഡ് സ്റ്റോൾ. എനിക്ക് മോമോസിന്റെ ഒരു ഫുഡ് സ്റ്റോളാണ് അത്. പിന്നെ ഇവിടെ വേറെ ഒരു പൊട്ടേറ്റോന്റെ ഒരു സ്റ്റോളുണ്ട്. പിന്നെ അങ്ങനെ കുറെ സ്റ്റോൾ വന്നിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല, അല്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട്, ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട്, സമയം 6:30 മണിയായി. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കുമുണ്ട് ഇവിടെ. ഇവിടെയെല്ലാം ഭക്ഷണം കഴിക്കേണ്ട കുറെ ചായപ്പുര, അവിൽ മിൽക്ക്, മിൽമന്റെ. അങ്ങനെ ആൾക്ക് വന്നു കഴിഞ്ഞാല് കുടിക്ക, കഴിക്ക, കടൽ തീരം ഇങ്ങനെ കാണാം. അതേ സ്ഥലത്തൊരു മിൽമ ബൂത്ത്. ഇവിടെയും ചായയും കടിക്ക് നല്ല തിരക്കാ ഇവിടെ. കടികളെന്തെല്ലാം ഇല്ല നോക്കാം. ഇവിടെ ഒരുവിധം കുറെ കടികളുണ്ട്. ബർഗർ, മിൽമ ബൂത്താണ് ഇവിടെ ഇല്ലേ. മിൽമ ബൂത്തില് നല്ല തിരക്കാ, ചായയും കടിക്കും. കടികള് കുറെ ഉണ്ട്. ബർഗർ, സാൻഡ്വിച്ച്, അങ്ങനെയുള്ള കുറെ കടികളുണ്ട് ഇവിടെ.
ബർഗർ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, കോഴിക്കാലുണ്ട്, ബോണ്ട ഉണ്ട്, നെയ്പത്തിരി ഉണ്ട്, അങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ട്, സമൂസയുണ്ട്, കട്ട്ലറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് കടികൾ. നല്ല തിരക്കാണ്. ഇത് എവിടെയാന്ന് ചോദിച്ചാല് തലശ്ശേരി മീൻ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് കടപ്പുറം റോഡ്, തലശ്ശേരി കടപ്പുറം റോഡ്, മിൽമ ബൂത്ത്. ഇത് തലശ്ശേരി കടപ്പുറം റോഡാണ്. അപ്പോൾ ഇവിടെ നല്ല ഇപ്പൊ ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം തിരക്കുണ്ട് ഇവിടെ ഈ സ്ട്രീറ്റില്. ഇതിൽ എൻഡാണ്, തലശ്ശേരി എന്റെ മറ്റേ ഭാഗം കടലാണ്. ചായക്കടികള്, ചായപ്പീടികള്. ഈ സ്ട്രീറ്റിലാണ് കുറച്ച് മുമ്പോട്ട് വാൾ പെയിന്റിംഗ് ഇല്ല. ഇവിടെ ഈ സൈഡിൽ കാണുന്നെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഇല്ല ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം ഇപ്പം പണ്ട് വീടുകളായിരിക്കും. എല്ലാം പണ്ട് വീടുകളായിരിക്കും. ഇപ്പൊ ഇതെല്ലാം ഓരോ കടകളെ വെയർഹൗസും അങ്ങനെ കച്ചവട സ്ഥാപനങ്ങളല്ല. സ്റ്റോർ ഹൗസ്, വെയർഹൗസ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഇവിടെ. ഇതിപ്പോ ഇവിടെ ഈ സ്ട്രീറ്റ് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഈ സ്ട്രീറ്റ് ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഒരു 4-5 വർഷമായിട്ടല്ലോ. തിരക്കിപ്പോ 1-2 വർഷം, 2-3 വർഷമായിട്ടില്ല തിരക്കെല്ലാം ആയിട്ട് ഇവിടെ. അതുപോലെ വാൾ പെയിന്റിങ്സ് എല്ലാം ചെയ്തുകൊണ്ട് ഈ സ്ട്രീറ്റിൽ ആൾക്കാർ ഫോട്ടോസും സെൽഫീസ് വീഡിയോസ് എല്ലാം എടുക്കാൻ വേണ്ടി കുറെ വരുന്നുണ്ട് ഇവിടെ. ഉപ്പിലിട്ട സാധനങ്ങൾ തട്ടുപീടിയയില് മാങ്ങ, പൈനാപ്പിൾ, കോൺ, ക്യാരറ്റ്, അങ്ങനെയില്ല ഉപ്പിലിട്ട സാധനങ്ങൾ. ഇതാണ് ചുമരെഴുത്ത് തലശ്ശേരി. ചായ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചായപ്പീടി ഉണ്ട് ഇവിടെ. ഒന്ന് അവിടെയും പോയി നോക്കാം. അവിടെ ഒരു ജുമാ പള്ളി ഉണ്ട്, ചാലിൽ പള്ളി, ജുമാത്ത് മസ്ജിദ്. ജുമാ മസ്ജിദ് എന്ന് പറയുമ്പം വെള്ളിയാഴ്ച നിസ്കാരം നടക്കുന്ന പള്ളി. മാരിടൈമിന്റെ ബിൽഡിംഗ് എല്ലാം പഴയ ബിൽഡിംഗ്, കാണാൻ നല്ല രസമുണ്ട് ഈ ബിൽഡിംഗ് എല്ലാം. അതെല്ലാം ഇത് ഇവിടെയെല്ലാം ഓടിട്ട പഴയ വീടുകളാണ്, പഴയ ബിൽഡിങ്ങുകൾ. ചായ് സ്പോട്ടും അല്ല ഇതന്നെ, ചായക്കടികൾ. ചായ് സ്പോട്ട്. ചായ, കടി, ജ്യൂസ്, സ്നാക്സ്. ഇത് അങ്ങോട്ടങ്ങോട്ട് നിങ്ങൾക്ക് നടന്നു പോവാം കേട്ടോ. അങ്ങോട്ടങ്ങോട്ട് നടന്നു പോവാം. ഇവിടെയെല്ലാം കുറെ ആൾതാമസമുണ്ട്. ബാച്ചലേഴ്സ് കുറെ നിൽക്കുന്നുണ്ട്. പഴയ വീടുകൾ ആൾക്കാർ ഇവിടുന്ന് മാറുമ്പം വാടക കൊടുക്കുന്നുണ്ട്. അങ്ങനെ തൊഴിലാളികൾ അന്യസംസ്ഥാനത്ത് വന്ന ആസാം, ബീഹാർ അങ്ങനെയുള്ള തൊഴിലാളികൾ ഇവിടെ ചെറിയ പൈസക്ക് വാടകക്ക് നിൽക്കുന്നുണ്ട് ഈ കടൽ തീരത്ത് തൊട്ടിട്ട്. ഇപ്പൊ ഇങ്ങനെ സീഷോറാ ഇവിടെ, കണ്ടോ.
ഇവിടെ ഇല്ല, ഈ വീട്ടിലെ ആൾക്കാർ കുറേയെല്ലാം ഒഴിഞ്ഞു പോയിണ്ടാവും. അപ്പം വീട് വാടക കൊടുത്തിരിക്കുക. ഇത് ആ ചായ് സ്പോട്ട് എന്ന് പറഞ്ഞ ആ റെസ്റ്റോറന്റിന്റെ ബാക്ക് വശം. കടൽ സൂര്യാസ്തമിച്ച സമയം 6:45. അപ്പം കടൽ തീരത്ത് ഇരിക്കുന്ന കെട്ടിയിട്ടുണ്ട്. കടൽപ്പാലം കാണാം. ഫിറോസ് കൂൾ ബാർ കേട്ടോ, തലശ്ശേരി അറിയപ്പെടുന്ന കൂൾ ബാറാ ഫിറോസ് കൂൾ ബാർ, കടപ്പുറം റോഡ്. നല്ല ജ്യൂസ് ആൻഡ് ഷേക്സാ ഇവിടെ. ഏറ്റവും കൂടുതൽ പോകുന്ന മിക്സ്ഡ് ഷേക്കാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട് കോക്ടെയിൽ, അല്ലെങ്കിൽ തലശ്ശേരി കോക്ടെയിൽ ജ്യൂസ്. അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പോകുന്നത്. അപ്പോൾ ഇതാണ് ഫിറോസ് കൂൾ ബാർ. തലശ്ശേരി വഴി പോകുന്ന ആൾക്കാർ ഇവിടെ വരിക. ഇവരെ പഴയ സ്റ്റാൻഡിൽ ഒരു ഫിറോസ് കൂൾ ബാർ ഉണ്ട്. ഇത് കടപ്പുറം റോഡിനുള്ള ഫിറോസ് കൂൾ ബാർ തലശ്ശേരി. ഫിറോസ് കൂൾ ബാർ തലശ്ശേരി കേട്ടോ. ഫിറോസ് കൂൾ ബാർ അറിയപ്പെടുന്ന കൂൾ ബാറാണ്. നല്ല കോക്ടെയിൽ ഷേക്ക് കിട്ടും ഇവിടെ. കോക്ടെയിൽ ഷേക്കിന് 70 റുപ്യ ഇപ്പം. കോക്ടെയിൽ ഷേക്ക്, ഇളനീർ ഷേക്ക് 60, മിക്സ്ഡ് ഷേക്ക് 70, ഷാർജ ഷേക്ക് 60, ജ്യൂസ് ആണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് 40, ബട്ടർ ഷേക്ക് 70, ലൈം ജ്യൂസ് 20. അപ്പോൾ ഇതാണ് ഫിറോസ് കൂൾ ബാർ, കടപ്പുറം റോഡ് കേട്ടോ, അല്ലെ മെയിൻ റോഡ്. ഇതാണ് തലശ്ശേരി പാരീസ് റെസ്റ്റോറന്റ്, അല്ലെ പാരീസ് ഹോട്ടൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പഴക്കമില്ല റെസ്റ്റോറന്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് ബിരിയാണിക്കാണ് പാരീസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ബിരിയാണി, ലഗോൺ ബിരിയാണിയും കിട്ടും, ബ്രോയിലർ കോഴീൻ്റെ ചിക്കൻ ബിരിയാണിയും കിട്ടും. രണ്ടും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാണ് പാരീസ് ഹോട്ടൽ. ബോർഡ് കണ്ടോ, പാരീസ്. മെയിൻ റോഡ് തന്നെയാണ്. മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ ഇത് റെഗുലർ സീറ്റിംഗ് ആണ്. ഇവിടെ AC ഇല്ല സിൻസ് 1942. അപ്പോൾ AC വേണമെങ്കിൽ ഇതിന്റെ തൊട്ട് സൈഡിൽ പോയാൽ മതി. സൈഡിലുള്ള ബിൽഡിങ്ങിൽ AC ഉണ്ട്. ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. AC സീറ്റിംഗിൽ പാരീസിന്റെ ഹോട്ടലുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളിവിടെ വന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നേരെ മെയിൻ റോഡിലേക്ക് തന്നെ തിരിച്ചു പോകാന്ന്. മെയിൻ റോഡിൽ നിന്ന് തന്നെ കാണാം ഈ പാരീസ്. ചെറിയ ബോർഡ് ഇട്ടിട്ടുണ്ട്. ഈ മെയിൻ റോഡ് തലശ്ശേരിയിൽ നിന്ന് മാഹിയിലേക്ക് പോകുന്ന റോഡാണ്. മാഹി, വടകര, കോഴിക്കോട് ടൗണിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പം ഹൈവേ വന്നിട്ടുണ്ട്. അപ്പോൾ ബൈപ്പാസ് ചെയ്തിട്ട് പോകും. ഇനി തലശ്ശേരി ടൗണ് ടച്ച് ചെയ്യില്ല. അത് ചില വണ്ടികൾ ഇപ്പോൾ ഇതിലേക്കൂടെ പോകുന്നുണ്ട്. ഈ റോഡ് അധികം ബ്ലോക്കാണ്. ഇപ്പോൾ ഹൈവേ വന്നിട്ടും ബ്ലോക്ക് തന്നെയാണ്. ഇവിടെ ഈ അനാദി കച്ചവടം കണ്ടമാനമുണ്ട് ഈ റോഡിൽ. രാവിലെ എല്ലാം വരുമ്പോൾ റോഡ് ബ്ലോക്കായിരിക്കും. മെയിൻ ടൗണാണിത് തലശ്ശേരി, പഴയ സ്റ്റാൻഡ്. തലശ്ശേരിന്റെ രാത്രി കാഴ്ചകളാണ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ലീവായതുകൊണ്ട് ഗവൺമെന്റ് ഓഫീസുകളെല്ലാം ലീവാണ്. അതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവാന്ന് പറയാം. ഇപ്പൊ ഈ റോഡ് മാഹിയിലേക്ക്, അങ്ങോട്ടേക്ക് മാഹി ഭാഗത്തേക്കാ പോവാ. മാഹി, കോഴിക്കോട്. നമ്മള് നേരെ മുമ്പില് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, ട്രാഫിക് പോലീസ് സ്റ്റേഷനാണ്. ട്രാഫിക് പോലീസ് സ്റ്റേഷൻ. അതിന്റെ തൊട്ട്
മുമ്പ് തന്നെ അബ്ദുൽ കലാമിന്റെ ഫോട്ടോ ഉണ്ട്. നമ്മളെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിന്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഫോട്ടോ അല്ല, ഒരു സ്റ്റാച്യു. ഈ സ്റ്റാച്യു ഇവിടെ വന്നിട്ട് അധികമായിട്ടില്ല. APJ അബ്ദുൽ കലാമിന്റെ സ്റ്റാച്യു. ഇത് സ്റ്റാച്യു 2016 ഉദ്ഘാടനം ചെയ്ത്. സ്റ്റാച്യു അൺവെയിൽഡ് ബൈ ശ്രീ രമേശ് ചെന്നിത്തല. അന്ന് മിനിസ്റ്ററായിരുന്നു രമേശ് ചെന്നിത്തല. പ്രിസൈഡഡ് ബൈ MLA മിസ്റ്റർ കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണൻ MLA മരിച്ചുപോയി. ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ്, 1.5 വർഷമായി. അപ്പോൾ ഇതൊരു പുതിയ സ്റ്റാച്യു 2016 വന്നേ. നൈറ്റ് വ്യൂ ആണ് തലശ്ശേരി. അപ്പോൾ ഇവിടെ തന്നെ ഈ സ്റ്റാച്യുവിന്റെ ബാക്കിലാണ് തലശ്ശേരി. അങ്ങോട്ടേക്ക് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. തലശ്ശേരി പഴയ സ്റ്റാൻഡിലെ ബേക്ക് സ്റ്റോറി ബേക്കറി 1 വർഷമായിട്ടില്ല തുടങ്ങിയിട്ട്. ഇതിന് മുന്നേ ഇവിടെ വേറെ ബേക്കറി ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ള ബേക്കറികളിൽ കിട്ടാത്ത ഒരു ഐറ്റം എന്ന് വെച്ചാൽ പാവ് കിട്ടും, സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടും. വലിയ സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടും ഇവിടെ. പിന്നെ ബ്രെഡെല്ലാം കിട്ടും. ബ്രെഡ് നല്ല ഇവിടുത്തെ. അപ്പോൾ അതാ എടുത്തു പറയാൻ കാര്യം. ബേക്ക് സ്റ്റോറി. പിന്നെ ഇവിടെ തന്നെ ജയഭാരതി ഉണ്ട്, ജയഭാരതി ബേക്കറി ഉണ്ട്, അതുപോലെ ജയഭാരതി ടീ സ്റ്റോൾ ഉണ്ട്. മുമ്പേ ജയഭാരതി വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു, അതിപ്പം കൂട്ടി ജയഭാരതി ടീ സ്റ്റോൾ മാത്രമാക്കി, ചായയും കടിയും. ജയഭാരതി ബേക്കറി ഉണ്ട് അതിന്റെ തൊട്ടിട്ട് തന്നെ ജയഭാരതി. പിന്നെ ഇവിടെ തൊട്ടിട്ട് മോഡേൺ ഹോട്ടലുണ്ട്. ഈ ജയഭാരതിക്ക് തൊട്ടിട്ട് മോഡേൺ ഹോട്ടൽ. ആ ലൈറ്റ് കത്തുന്ന അത് മോഡേൺ ഹോട്ടലാണ്. ഊണ് കഴിക്കാൻ വേണ്ടി മോഡേൺ ഹോട്ടൽ. അതുപോലെ ഊണിന് നല്ല തിരക്കാണ് മോഡേൺ ഹോട്ടലിൽ. അതുപോലെ ഇവിടെ മോഡേൺ ഹോട്ടൽ കഴിഞ്ഞാൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് BMP ഹൈസ്കൂളാണ്. BMP ഹയർ സെക്കൻഡറി സ്കൂൾ ഈ കാണുന്നത്. അതുപോലെ ഇവിടെ വേറെ ഊണ് കഴിക്കാൻ പറ്റിയ ഇന്ത്യൻ കോഫി ഹൗസ് തലശ്ശേരി പഴയ സ്റ്റാൻഡിലാണ്. ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഇന്ത്യൻ കോഫി ഹൗസോട് തൊട്ടിട്ട് തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുമ്പം ലഞ്ച് ഹൗസിന്റെ ബോർഡ് കാണുന്നുണ്ട്. പൂട്ടിയിരിക്കുക. ഊണിന് ലഞ്ച് ഹൗസ് തുറന്നിരിക്കും. ലഞ്ച് ഹൗസ്. ഇവിടെ ഇന്ത്യൻ കോഫി ഷോപ്പ്. അപ്പൊ ഇതൊക്കെയാണ് പഴയ സ്റ്റാൻഡില്. അതുപോലെ ഇവിടെ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റില് പോസ്റ്റ് ഓഫീസ് ഉണ്ട്, തലശ്ശേരി പോസ്റ്റ് ഓഫീസ്. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇവിടെ നിങ്ങൾക്ക് ജ്യൂസ് കടകൾ കാണാം. ജ്യൂസ് ആൻഡ് ഷേക്സ്. ആദ്യത്തെ ഷെയ്ക്ക് ആൻഡ് ചാട്ട്. ആദ്യം ഇവിടെ ചാട്ടെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ചാട്ടൊന്നും കാണുന്നില്ല. ഇപ്പൊ ഇവിടെ വെറും ഷെയ്ക്ക്. ഉണ്ട്, ചാട്ടുണ്ട്. മസാല പൂരി, പാനിപ്പൂരി, ദഹിപ്പൂരി, പാവ് ഭാജി 70, മസാലപ്പൂരി 70, പാനിപ്പൂരി 50 റുപ്യ. അപ്പോൾ ഇതാണ് കട. ഷെയ്ക്ക് ആൻഡ് ചാട്ടില് ജ്യൂസ് ആൻഡ് സ്നാക്സും ഉണ്ട്, പാനിപ്പൂരിയും ഉണ്ട്. ഇത് അനുപമ സ്റ്റോർ മുമ്പേ ഒരു ബുക്ക് സ്റ്റോർ ആയിരുന്നു. ഇവിടെയും ഇവിടെ ബുക്ക് സ്റ്റോറും ഉണ്ട്, അതുപോലെ ഷെയ്ക്സും തുടങ്ങിയിട്ടുണ്ട്. ജ്യൂസ് ആൻഡ് ഷേക്സ് ബുക്ക് സ്റ്റോർ ഉണ്ട്. നിങ്ങൾക്ക് വീക്ക്ലീസ്, അതുപോലെ പേപ്പേഴ്സ്, ബുക്സ്, ഫാസ്റ്റ് ട്രാക്കിന്റെ യാത്ര, വീട്, സ്പോർട്സ് സ്റ്റാർ, എല്ലാ മാഗസിൻസ്, വനിതാ, അതുപോലെ മനോരമന്റെ വീക്ക്ലീസ്, എല്ലാ ഇതും കിട്ടും. എല്ലാ ബുക്സ്, എല്ലാ പേപ്പേഴ്സ്. അപ്പൊ ഇത് അനുപമ സ്റ്റോർ. പണ്ട് വെറും ബുക്ക് സ്റ്റോർ ആയിരുന്നു, ഇപ്പൊ ജ്യൂസും കൂടെ ഉണ്ട്. പിന്നെ ഉള്ളത് മറ്റൊരു ജ്യൂസ്, കൂൾ പോയിന്റ്. ഇതെല്ലാം ഇപ്പൊ അടുത്ത് തുടങ്ങിയത്, 2-3 വർഷമായിട്ടല്ലോ. ഇവിടെയെല്ലാം ഇളനീർ ഷേക്ക്. ഇതാ ഫിറോസ് കൂൾ ബാർ പഴയ സ്റ്റാൻഡില്. പിന്നെ ഇളനീർ, തലശ്ശേരി ഇളനീർ എന്ന് പറഞ്ഞിട്ട് ഇളനീർ ഷേക്ക്. നമ്മളെല്ലാം ഓടിച്ചു പോവാണ്.
ഇളനീർ ഷേക്ക്. ഇവിടെ കരിക്കിന് നല്ല തിരക്കാണ്. ഇത് ഫിറോസ് കൂൾ ബാർ. അപ്പോൾ ഇവിടെ 4 പീടികൾ അടുപ്പിച്ചുണ്ട്. ഇതിൻ്റെ തൊട്ട ഓപ്പോസിറ്റ് തന്നെയാണ് ഇന്ത്യൻ കോഫി ഹൗസ്. അതുപോലെ ജസ്റ്റ് കാണിച്ചു തരാം ദിവാകർ സ്റ്റുഡിയോസ്. പണ്ടേ ഉണ്ട് 1938 മുതൽ ദിവാകർ സ്റ്റുഡിയോസ്. അതുപോലെ തലശ്ശേരി CSI ചർച്ച്. പഴയ സ്റ്റാൻഡാണ്. പഴയ സ്റ്റാൻഡിൽ തലശ്ശേരി CSI ചർച്ച്. സമയം 8 മണിയായി. അപ്പോൾ രാത്രി ആയതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതാ തലശ്ശേരി CSI ചർച്ച്. പണ്ടിവിടെ മൗലാന സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പൂട്ടിപ്പോയി. പിന്നെ ഇവിടെ ഒരു പേരോർമ്മയില്ല, ഒരു ചിക്കനെല്ലാം വെക്കുന്ന ഒരു KFC അതേപോലത്തെ ഫ്രൈഡ് ചിക്കൻ എല്ലാം വെക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം മാറി, ഇവിടുന്ന് മാറി. പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇത് തലശ്ശേരി CSI ചർച്ച്. അപ്പോൾ വീണ്ടും ഇതൊക്കെയാണ് തലശ്ശേരി ടൗൺ വിശേഷങ്ങൾ. പഴയ സ്റ്റാൻഡിലൊരു ടോയ് സോൺ, ടോയ്സിൻ്റെ കട, എക്സ്ക്ലൂസീവ് ടോയ്സിൻ്റെ കട. തലശ്ശേരി മുനിസിപ്പാലിറ്റി കോംപ്ലക്സ് പഴയ ബിൽഡിംഗ് ആണ്. പുതിയതിൻ്റെ നേരെ ബാക്കിൽ സൈഡിൽ പണിതിട്ടുണ്ട്. തലശ്ശേരി മുനിസിപ്പാലിറ്റി കോംപ്ലക്സ്. ഇവിടെ മഹാത്മാഗാന്ധിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. സ്റ്റാച്യു അല്ല, ഹാഫ് സ്റ്റാച്യു. അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോളേജ് ഉണ്ട്. ഗവൺമെൻറ് ബ്രണ്ണൻ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോളേജ്. അതുപോലെ ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ കാണുന്ന നൈറ്റാണ്, രാത്രി 8 മണി. അതുകൊണ്ട് ബോർഡുകൾ കുറച്ച് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. മെയിൻ റോഡാണിത്, പഴയ സ്റ്റാൻഡിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ തലശ്ശേരി വിശേഷങ്ങൾ. തലശ്ശേരി ടൗണിലായില്ലത്. നമ്മൾ നിങ്ങൾക്കൊന്ന് ടൗണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. പഴയ സ്റ്റാൻഡ് കൂടുതലും കവർ ചെയ്ത, പുതിയ സ്റ്റാൻഡിലേക്ക് അങ്ങോട്ട് പോയിട്ടില്ല. ലൈറ്റ് വെളിച്ചം എത്രത്തോളം ഉണ്ടെന്നറിയില്ല. നൈറ്റ് ആയതുകൊണ്ട് എത്രത്തോളം ക്യാമറ ക്യാപ്ചർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും പുതിയ സ്റ്റാൻഡിൽ അധികമൊന്നുമില്ല. പുതിയ സ്റ്റാൻഡിൽ പുതിയ ബസ് സ്റ്റാൻഡ്, വേറെ പറയത്തക്ക ഒന്നും പുതിയ സ്റ്റാൻഡിലില്ല. അപ്പോൾ നമ്മൾ തലശ്ശേരി ഒരു ചെറിയൊരു തലശ്ശേരി വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ നിന്ന് എടുക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തി, സ്റ്റേഡിയം കോംപ്ലക്സിന്റെ മുമ്പ് തന്നെ എത്തി. തലശ്ശേരിയെല്ലാം വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാർക്കിംഗ് ഏരിയ മിനിമം 30 രൂപ ഒരു മണിക്കൂറിന്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റേഡിയം കോംപ്ലക്സിന്റെ അവിടെ ഫ്രീ പാർക്കിംഗ്. പാർക്കിംഗ് ഇതുവരെ പൈസ എടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പം വീണ്ടും മീറ്റ് ആൻഡ് സീ പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും. ഓക്കെ, ടേക്ക് കെയർ, ബൈ.